നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കരുത്തനായ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്രയ്ക്കൊരുങ്ങി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാലയിൽ നിന്നാണ് രാഷ്ട്രപതി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനാണ് പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത്. വ്യോമസേനയുടെ ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയായിരിക്കും ദ്രൗപദി മുർമു. രണ്ടാം തവണയാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. നേരത്തെ സുഗോയിലും മുർമു യാത്ര ചെയ്തിരുന്നു. 2023 ഏപ്രിൽ അസമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ചത്. ഹരിയാനയിലെ അംബാല വ്യോമ സ്റ്റേഷൻ സന്ദർശിക്കുന്നതിനിടെയായിരിക്കും രാഷ്ട്രപതിയുടെ പറക്കൽ. വ്യോമസേനയുടെ ഏറ്റവും പഴയ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഹരിയാനയിലെ അംബാല വ്യോമസേന സ്റ്റേഷൻ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുന്നു. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഒരു റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ ശേഷികൾ പ്രദർശിപ്പിക്കുന്ന ദ്രൗപദി മുർമുവിന്റെ പ്രസിഡൻഷ്യൽ കാലയളവിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലാണ് ഇത്. ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡറാണ് പ്രസിഡന്റ് മുർമു. ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ തദ്ദേശീയ വനിതയും രണ്ടാമത്തെ വനിതയുമാണ് അവർ. ഒഡീഷയിലെ ഒരു ചെറിയ ആദിവാസി ഗ്രാമത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. 2022 ജൂലൈ 25 അവർ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി. പ്രണബ് മുഖർജിക്ക് ശേഷം രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതാ വ്യക്തിയാണവർ. തന്റെ ഭരണകാലത്ത് സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക നീതിക്ക് വേണ്ടി ശക്തമായി വാദിച്ചവരാണ് അവർ. സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും മുന്നേറാൻ കഴിയുമെന്നും അവർക്ക് വേണ്ടത് അവസരം മാത്രമാണെന്നും അവർ പറയുന്നു. 2023 ഏപ്രിൽ 8 അസമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ വെച്ച് പ്രസിഡന്റ് മുർമു സുഖോയ് 30 MKI യുദ്ധവിമാനം പറത്തിയിരുന്നു. ഒരു ഇന്ത്യൻ രാഷ്ട്രപതി യുദ്ധവിമാനം പറത്തുന്നത് ഇത് 3ാം തവണയായിരുന്നു. ഈ വിമാനം അവരുടെ ധൈര്യം പ്രകടമാക്കി. ജെറ്റിന്റെ വേഗത മണിക്കൂറിൽ 2000 കിലോമീറ്റർ കവിഞ്ഞു. 30 മിനിറ്റ് നീണ്ടുനിന്നു. ഈ അനുഭവം അത്ഭുതകരമാണെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കണ്ടതിൽ അഭിമാനം തോന്നിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഈ വിമാനം ചരിത്രപരം മാത്രമല്ല, സ്ത്രീകളെ സൈന്യത്തിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷൻ നിർമ്മിക്കുന്ന ഒരു ആധുനിക 4.5 തലമുറ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് റാഫേൽ. ഏകദേശം 59,000 കോടി ചെലവിൽ 2016 ഇന്ത്യ 36 റാഫേൽ ജെറ്റുകൾ വാങ്ങി. വ്യോമ പോരാട്ടം, കര ആക്രമണം, സമുദ്ര പട്രോളിംഗ് എന്നിവയ്ക്കായി ഈ ജെറ്റുകൾ ഉപയോഗിക്കുന്നു. പ്രധാന സവിശേഷതകൾ: നൂതന ഏവിയോണിക്സ് റഡാർ സിസ്റ്റങ്ങൾ, അകലെയുള്ള ശത്രുക്കളെ കണ്ടെത്താൻ കഴിയും, കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ജെറ്റിന് മണിക്കൂറിൽ 1900 കിലോമീറ്റർ വേഗതയുണ്ട്. ഇതിന് 3700 കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും. ഇനി ഇന്ത്യയിലെ പങ്ക്: റാഫേൽ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. അവരുടെ സ്ക്വാഡ്രോണുകൾ അംബാലയിലും ഹാഷിമാരയിലുമാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് മുർമുവിന്റെ ഇന്നത്തെ വിമാനം റാഫേലിന്റെ കഴിവുകളുടെ അടുത്തു നിന്നുള്ള ഒരു കാഴ്ച നൽകും. ഇത് ഏകദേശം 30 മുതൽ 40 മിനിറ്റ് നീണ്ടു നിൽക്കും. ജെറ്റിന്റെ കോക്പിറ്റിൽ നിന്നും അവർ വ്യോമസേന പൈലറ്റുമാരുമായി തന്റെ അനുഭവം പങ്കിടും. ഈ വിമാനയാത്ര വെറുമൊരു യാത്രയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയുടെ പ്രതീകമാണ്. പ്രസിഡന്റ് മുർമുവിനെ പോലെ ഒരു സ്ത്രീ യുദ്ധവിമാനം പറത്തുന്നത് സൈനിക ശാസ്ത്ര മേഖലകളിലെ സ്ത്രീകൾക്ക് ഒരു സന്ദേശം നൽകുന്നു. പ്രതിരോധത്തിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സ്വാശ്രയത്തെ ഇത് പ്രകടമാക്കുന്നു. പ്രതിരോധത്തിനായി റാഫേൽ പോലുള്ള ജെറ്റുകൾ അതിർത്തികളിൽ സംരക്ഷിക്കുന്നു. ഈ വിമാനം വ്യോമസേന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം വർദ്ധിപ്പിക്കും. പ്രസിഡന്റ് മുർമു ഒരു ഗോത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അവരുടെ നേട്ടങ്ങൾ ദരിദ്രരും ഗോത്രവർഗക്കാരുമായ യുവാക്കൾക്ക് ഒരു സന്ദേശമാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക, കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുക. ചരിത്രപരമായ വസ്തുത: സുഗോയ്ക്ക് ശേഷം റഫേൽ വിമാനം പറത്തുന്ന ആദ്യ രാഷ്ട്രപതിയായിരിക്കും അവർ. മുൻ രാഷ്ട്രപതിമാരായ പ്രണബ് മുഖർജിയും APJ അബ്ദുൽ കലാമും യുദ്ധവിമാനം പറത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സായുധ സേനയുടെ ശക്തിയാണ് രാജ്യത്തിന്റെ പ്രതിരോധത്തിന്റെ അടിത്തറയെന്നും പ്രസിഡന്റ് മുർമു പറഞ്ഞു. നമ്മൾ ശക്തരാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. റാഫേൽ സ്ക്വാഡ്രോൺ നമ്പർ 17 ഗോൾഡൻ ആരോഡ് നിലയുറപ്പിച്ചിരിക്കുന്ന ഹരിയാനയിലെ അംബാലയിലുള്ള അംബാല വ്യോമസേന സ്റ്റേഷനിലാണ് പറക്കൽ നടക്കുക.